ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചാനൽ കാണുന്ന എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 4 കഷ്ണം വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി, അപ്പം ഞാൻ കറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുവാണ്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. തൊലിയോട് കൂടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. തൊലിയോട് കൂടി നമ്മൾ ഈ നാരങ്ങ ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്, പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതിനൊക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരിയിലും കൂടെ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. ഈ നാരങ്ങ നമുക്ക് അടച്ചൊന്നും വെക്കണ്ട. നമുക്ക് ഇതിനൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.